ചേട്ടന്മാരെ, നിങ്ങളൊക്കെ ആരാ ഈ പുറത്തെന്താ സംഭവിക്കുന്നത്? കേസ് എന്തോന്നാ? നീ ആരാണ്? ഓ ഹലോ, ഒരു സെക്കൻഡ്. ഓ, എൻ്റെ പേര് സബി. ഞാൻ ടൈം ട്രാവൽ ചെയ്തിട്ട് ക്ലിയോപാട്ര എടുത്തിട്ട് പോയിട്ട് വരിക. ക്ലിയോപാട്രനെ കണ്ട് തിരിച്ച് ഞാൻ നമ്മുടെ ബൾബ് ഉണ്ടാക്കുന്ന എഡിസനെ കാണാൻ വേണ്ടിയിട്ടാണ് പോകാൻ ഇറങ്ങിയത്. പക്ഷേ എൻ്റെ മിഷൻ എന്തോ സംഭവിച്ചു. ഞാൻ നേരെ വന്നത് വേറെ ഒരു സ്ഥലത്തേക്കാണ്. ഇത് എവിടെയാണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അജയോ, എന്തോന്നാ? ഇരിക്കൂ. ആ, ഓക്കെ. പുറത്ത് നടക്കുന്നത് ഒരു ചരിത്രമാണ്. യുക്തിയുടെ വെളിച്ചം കൊണ്ട് അന്ധകാരത്തെ കീറി മുറിക്കുന്ന ചരിത്രം. താൻ ഭാവിയിൽ നിന്നാണല്ലേ? ഞാൻ 2026 വരുന്നത്. പക്ഷെ എനിക്കിപ്പോഴും നിങ്ങൾ ആരാണെന്ന് മനസ്സിലായിട്ടില്ല. ഞങ്ങൾ ആരാണെന്നതിലല്ല, എന്തിനെ പ്രതിനിധാനം ചെയ്യുന്നു എന്നതിലാണ് കാര്യം. Je m'appelle Montesquieu. C'est mon ami Voltaire. ഓ, വോൾട്ടയർ ആൻഡ് മോണ്ടസ്ക്യൂ. Oui. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ഫ്രഞ്ച് റെവല്യൂഷനിലാണ്. 1789 Oui. പക്ഷേ 1789 നിങ്ങളില്ലല്ലോ. നിങ്ങൾ അതിനു മുമ്പ് പറഞ്ഞപ്പെട്ടില്ലേ? ഞങ്ങൾ മനുഷ്യരൂപത്തിലല്ല ഇപ്പോൾ ഉള്ളത്. പ്രേതമാണോ? അല്ലല്ല, ആശയങ്ങളായിട്ടാണ് ഞങ്ങൾ ഇന്ന് നിലകൊള്ളുന്നത്. ഇപ്പോൾ താൻ ഭാവിയിൽ നിന്ന് വന്നതുകൊണ്ട് തനിക്ക് ഞങ്ങളെ കാണാൻ പറ്റുന്നു എന്ന് മാത്രം. ഓ, ഞങ്ങൾ വിതച്ച വിത്തുകൾ പുറത്ത് മുളയ്ക്കുന്നതാണ് നീ കാണുന്നത്. രാജാവും രാജ്ഞിയും കൊട്ടാരത്തിലിരുന്ന് കേക്ക് തിന്നുമ്പോൾ പുറത്ത് സാധാരണക്കാർ റൊട്ടിക്ക് വേണ്ടി പട്ടിണി കിടന്ന് മരിക്കും. അതിനെതിരെയുള്ള ശബ്ദമാണ് നീ പുറത്ത് കാണുന്നത്. എന്തുകൊണ്ടായിരിക്കും ഇപ്പോൾ ഇത്? എന്താ ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? കാരണങ്ങൾ ഒരുപാടുണ്ട്. ഫ്രാൻസിലെ സാമൂഹിക വ്യവസ്ഥയെ പറ്റി അറിയാമോ? കുറച്ചറിയാം. ഇവിടെ 3 തട്ടുകളിൽ 3 എസ്റ്റേറ്റുകളിലേക്കായിട്ട് ജനങ്ങളെ തരംതിരിച്ചിട്ടുണ്ട്. മുകളിലത്തെ 1ാമത്തെ എസ്റ്റേറ്റിൽ പുരോഹിതന്മാർ, തൊട്ട് താഴെ പ്രഭുക്കന്മാർ. ഇവർക്കാർക്കും നികുതി അടക്കേണ്ടതില്ല. മൊത്തം നികുതിയുടെയും ഭാരം 3ാമത്തെ എസ്റ്റേറ്റിലുള്ള ജനസംഖ്യയുടെ 97% വരുന്ന തൊഴിലാളികളും സാധാരണക്കാരും ഏൽക്കേണ്ടി വന്നു. എന്നാലോ ജനപ്രതിനിധി സഭയായ എസ്റ്റേറ്റ് ജനറൽ ഇവർക്ക് മറ്റേ 2 എസ്റ്റേറ്റിൻ്റെ തുല്യ പ്രാതിനിധ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുമാത്രമല്ല, ലൂയി 16 എന്ന കഴിവുകെട്ട രാജാവ് യുദ്ധങ്ങളുടെ കടങ്ങൾക്കപ്പുറം അദ്ദേഹത്തിൻ്റെ ഭാര്യ മേരി അന്റോണറ്റ് ആർഭാട ജീവിതത്തിൽ ഖജനാവ് കാലിയാക്കുന്നു. മാത്രമല്ല, ജനങ്ങൾ പട്ടിണി കിടന്ന് റൊട്ടിക്ക് വേണ്ടി കരഞ്ഞപ്പോൾ അവർക്ക് റൊട്ടി ഇല്ലെങ്കിൽ എന്താ, കേക്ക് ജനങ്ങൾക്ക് റൊട്ടി ഇല്ലെങ്കിൽ എന്താ, അവർ കേക്ക് തിന്നട്ടെ എന്ന് രാജ്ഞി പറഞ്ഞു. അല്ല, അവർ അങ്ങനെ പറഞ്ഞു എന്ന് ഉറപ്പില്ല. പക്ഷേ ജനങ്ങളുടെ ഇടയിൽ അവർക്കുള്ള ഒരു രൂപം അതാണ്. ഇതൊക്കെ എങ്ങനെയാണ് അപ്പോൾ ഒരു വിപ്ലവത്തിലേക്ക് നയിച്ചത്? പറഞ്ഞുതരാം. അധികാരം ഒരു വ്യക്തിയിലേക്ക് മാത്രം ചുരുങ്ങുമ്പോൾ പ്രശ്നങ്ങൾ തുടങ്ങുകയായി. ഫ്രാൻസിൽ അതായിരുന്നു പ്രശ്നം. നിയമം നിർമ്മിക്കുന്നതും അത് നടപ്പിലാക്കുന്നതും ന്യായവിധികൾ പുറപ്പെടുവിക്കുന്നതും രാജാവ് തന്നെയായിരുന്നു. ഞാൻ എൻ്റെ പുസ്തകമായിട്ടുള്ള നിയമങ്ങളുടെ ആത്മാവ്, ദ സ്പിരിറ്റ് ഓഫ് ലോസ്, ദ ലെസ്പ്രിറ്റ് ദെ ലോയ്സ്, അതിൽ പറയുന്നുണ്ട് അധികാരം വിഭജിക്കപ്പെടണം. നിയമം നിർമ്മിക്കാനുള്ള അധികാരം ലെജിസ്ലേറ്റീവിന്, അവ നടപ്പിലാക്കേണ്ടത് എക്സിക്യൂട്ടീവ്, ന്യായവിധികൾ പുറപ്പെടുവിക്കേണ്ടത് ജുഡീഷ്യറി. ജനങ്ങൾ ഈ ഒരു ആശയം ഏറ്റെടുക്കുക തന്നെ ചെയ്തു. എൻ്റെ ഊഴം ഞാൻ പറഞ്ഞത് അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ്, ചോദ്യം ചോദിക്കാനുള്ള അവകാശത്തെക്കുറിച്ച്. പള്ളിയും രാജകൊട്ടാരവും നൂറ്റാണ്ടുകളായി ജനങ്ങളെ അന്ധവിശ്വാസങ്ങളിൽ തളച്ചിട്ടിരിക്കുന്നു. ഞാൻ നിങ്ങളുടെ അഭിപ്രായത്തോട് യോജിക്കുന്നില്ല, പക്ഷേ അത് പറയാനുള്ള നിങ്ങളുടെ അവകാശത്തിന് വേണ്ടി മരിക്കാനും ഞാൻ തയ്യാറാണ്. ഈ ചിന്തയാണ്, ഈ ഒരു ആശയമാണ് പുറത്തുള്ള ഓരോ മനുഷ്യനെയും മുന്നോട്ട് നയിക്കുന്നത്. അപ്പോൾ ഈ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ, ബാസ്റ്റൺ കോട്ടയുടെ തകർച്ച, ഇതൊക്കെ അതിൻ്റെ കഥകൾ വളരെ രസകരമാണ്. സാമ്പത്തിക പ്രതിസന്ധി വളരെ രൂക്ഷമായപ്പോൾ ലൂയി 16 എസ്റ്റേറ്റ് ജനറൽ വിളിച്ചുകൂട്ടി. എന്നാൽ അവിടെയും സാധാരണക്കാരുടെ പ്രശ്നങ്ങൾക്ക് ഒരു അറുതി കണ്ടെത്താനായില്ല. അതിൽ ക്ഷുഭിതരായ ജനങ്ങൾ തൊട്ടടുത്തുള്ള ടെന്നീസ് കോർട്ടിൽ സമ്മേളിച്ചു. ഫ്രാൻസിനൊരു ഭരണഘടനയുണ്ടാകുന്നത് വരെ ഇവിടം വിട്ടു പോകില്ലെന്നവർ കട്ടായം പറഞ്ഞു. ടെന്നീസ് കോർട്ടിലെ പ്രതിജ്ഞ, സെമൻ ദെ ജൂ ദെ പാമെ. രാജാവിൻ്റെ സ്വേച്ഛാധിപത്യത്തിൻ്റെ പ്രതീകമായിരുന്നു ബാസ്റ്റിൽ ജയിൽ. 1789 ജൂലൈ 14 ജനങ്ങൾ ആ കോട്ട ആക്രമിച്ച് തകർത്തു. അതൊരു തുടക്കം മാത്രമായിരുന്നു. ലിബർത്തെ ഇഗാലത്തെ ഫ്രറ്റേർണിറ്റി, സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം,
ഈ മുദ്രാവാക്യം ഫ്രാൻസിൽ മാത്രമല്ല ലോകം മുഴുവൻ മാറ്റൊളികൊള്ളാൻ പോകുന്നതേ ഉള്ളൂ. ഞങ്ങളുടെ ദൗത്യം ഇവിടെ കഴിഞ്ഞിരിക്കുന്ന ചെറുപ്പക്കാരാ. ഓർക്കുക, ആശയങ്ങൾ ഒരിക്കലും മരിക്കുകയില്ല, അവ കൈമാറപ്പെട്ടുകൊണ്ടേയിരിക്കും. അയ്യോ ജന്മൻ പോയി, എല്ലാവരും പോയി. ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് ഒരു ചരിത്ര വിദ്യാർത്ഥി എനിക്ക് നന്നായിട്ട് അറിയാം. എൻ്റെ ജീവന അപകടമാണ്. ഞാനും എന്തായാലും തിരിച്ചു പോവാണ്. തിരിച്ചെത്തി. നമ്മോ ജീവൻ കിട്ടിയത് ഭാഗ്യം. ഞാൻ സത്യം പറഞ്ഞ ആ ഫ്രഞ്ച് റവല്യൂഷനിൽ വെടികൊണ്ട് തീരുന്ന വിചാരിച്ചത്. എന്തായാലും അവിടെ രക്ഷപ്പെട്ട് ഓടി വന്നു. സമയം 3 മണിയായി. എനിക്ക് മോനെ വിളിക്കാനായിട്ട് സ്കൂളിൽ പോകണം. അപ്പം നമ്മൾ ക്ലിയോപട്രനെ കാണാൻ വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് നമ്മൾ ടൈം ട്രാവൽ ചെയ്ത് പോയത്. അവിടെ നമ്മൾ തിരിച്ചു വരാൻ പറ്റിയില്ല. നമ്മൾ നേരെ ഫ്രഞ്ച് റവല്യൂഷനിൽ പോയി വീണു. എന്തായാലും വോൾട്ടേറും മോണ്ടസ്ക്യൂനെ കണ്ടു. ഒരുപാട് സന്തോഷം. അടുത്ത് ഇനി എവിടെ പോകണമെന്ന് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. നിങ്ങൾ എവിടെ പോകണമെന്ന് പറയുന്നു, അവിടെ നമുക്ക് പോവാം. അപ്പോൾ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. ഒപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.